ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എവിടെയാ? ബുർജ് ഖലീഫയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏട്ടന്റെ ഓഫീസിന്റെ അടുത്തായിട്ടാണ് ബുർജ് ഖലീഫ വരുന്നത്. സോ അവിടെ പോയിട്ടൊന്ന് കണ്ടാലോ? ഏട്ടൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ട് ഒരു ഉച്ച ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. സോ രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. കാരണം കുറച്ച് നടക്കാനുണ്ട്. കാരണം അവിടെ എത്തിയിട്ട് കഴിക്കാൻ വേണ്ടി നിന്നാൽ വീണ്ടും ലേറ്റ് ആവും. അപ്പോൾ ലഞ്ച് കഴിച്ചു. ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായത്. നല്ല ബിരിയാണി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി. ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേറെ വണ്ടി കാര്യങ്ങളൊന്നും വിളിക്കാൻ വേണ്ടി നിന്നില്ല. നടന്നിട്ടാണ് പോയിട്ടുണ്ടായത്. നല്ല വെയിലുള്ള ടൈമായിരുന്നു. കുറച്ച് ദൂരം ഞങ്ങളങ്ങനെ നടന്നു. നമുക്ക് നല്ല വെയിലുള്ളത് കൊണ്ടുള്ള ആ ഒരു ഡിഫിക്കൽറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടക്കാൻ വേണ്ടി. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ബുർജ് ഖലീഫ ദൂരത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു പാത്ത് വേ കൂടെ നടന്നിട്ട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായത് മെക്സിക്കൻ വിങ്സിൻ്റെ അവിടേക്കാണ്. കാരണം ഉച്ച ടൈം ആയതുകൊണ്ട് അധികം ക്രൗഡഡ് ആയിരുന്നില്ല. അപ്പം നമുക്ക് നല്ല സമാധാനത്തോടു കൂടി തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ ബുർജ് ഖലീഫ ഫുൾ വ്യൂ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഉച്ച ടൈം അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ അധികം ക്രൗഡഡ് ആയിരിക്കില്ല ഈ ഒരു പ്ലേസിൽ. ഈവനിങ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നെങ്കിൽ, ഡൗൺ ടൗൺ ഏരിയയിലേക്ക് വരുന്നെങ്കിൽ അത് നല്ല ക്രൗഡഡ് ആയിരിക്കും. നല്ല രീതിയിൽ തന്നെ ക്രൗഡഡ് ആയിരിക്കും. കാരണം നമുക്ക് വാട്ടർ ഫൗണ്ടെയിൻ ഷോ കാര്യങ്ങളൊക്കെ ഈവനിങ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിട്ട് തന്നെ ഇവിടേക്ക് റീച്ച് ആവാൻ വേണ്ടി നോക്കുക. ഈ ഒരു ബ്രിഡ്ജിൽ നിന്നിട്ടും നിങ്ങൾക്ക് ബുർജ് ഖലീഫിൻ്റെ ഫുൾ വ്യൂ വരുന്ന നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ബ്രിഡ്ജ് എൻഡ് ചെയ്യുന്നത് ബുർജ് പാർക്കിലേക്കാണ്. അവിടെയും ഈ ഒരു ടൈമിൽ അധികം ക്രൗഡഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ആണെങ്കിലും ഇവിടെ നിന്നാൽ അധികം ക്രൗഡഡ് അല്ലാതെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് മോളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നല്ല റഷ് ആയിരിക്കും. സോ ഇവിടെ അത്രയ്ക്ക് റഷ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ബുർജ് ഖലീഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. അതേപോലെ തന്നെ ഇവിടെയാണ് വേൾഡിലെ ലാർജസ്റ്റ് വാട്ടർ ഫൗണ്ടെയിൻ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടി. ഈവനിങ് ആണ് വാട്ടർ ഫൗണ്ടെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് റീച്ച് ആകുമ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ക്രൗഡഡ് അല്ല. അപ്പോൾ ബുർജ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് വരാൻ വേണ്ടി നോക്കുക. അധികം ക്രൗഡഡ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വാട്ടർ ഫൗണ്ടെയിൻ ഷോ കാണണമെങ്കിൽ. നല്ല രസമുണ്ടായിരുന്നു വാട്ടർ ഫൗണ്ടെയിൻ ഷോ കാണാൻ വേണ്ടി. നൈറ്റാണ് ഒന്നും കൂടെ രസം കാണാൻ വേണ്ടി. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നൈറ്റ് ആവണം. അതിൻ്റെ ഒരു മ്യൂസിക് ആണെങ്കിലും വാട്ടർ ഫൗണ്ടെയിൻ ഷോൻ്റെ ആ ഒരു ആംബിയൻസ് കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പക്ഷേ ഈവനിങ്ങിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നൈറ്റാണ്. അപ്പോഴാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നിന്ന് നോക്കിയാൽ ദുബായ് മാളിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ നടക്കുന്ന സ്ഥലത്ത് ഒരു പാത്ത് വേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് എൻട്രി ചെയ്താൽ നമുക്കത് വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഏറ്റവും അടുത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഐ തിങ്ക് 25 AD മറ്റുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നൈറ്റും വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നൈറ്റത്തെയാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ആ മ്യൂസിക്കും ലൈറ്റനിങ്ങും ആ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടർ ഫൗണ്ടെയിൻ ഷോൻ്റെ അധികം ക്ലിപ്സ് ഒന്നും ഇതിലേക്ക് ആഡ് ആക്കുന്നില്ല. ബിക്കോസ് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് ക്ലിപ്പ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ.
ബുർജ് ഖലീഫിൻ്റെ നൈറ്റുള്ള വ്യൂ ആണ് മോർണിങ്ങിനേക്കാളും ഏറ്റവും ഭംഗിയുള്ളത്. കാരണം വാട്ടർ ഫൗണ്ടെയിൻ ഷോവിൻ്റെ ആ ലൈറ്റനിങ്ങും സൗണ്ടും വാട്ടറും എല്ലാം തന്നെ ഒരു വേറെ തന്നെ വൈബാണ്. നമുക്ക് ഈ ബുർജ് പാർക്കിലേക്ക് വരുന്ന ഈ ഒരു ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഏരിയ ആണെങ്കിലും വേറെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് റീച്ചായിട്ട് ഞങ്ങൾ ഒരു നൈറ്റ് 10 o'clock ഒക്കെ ആയിട്ടുണ്ട് അവിടെ നിന്ന് പോവാൻ വേണ്ടി. സോ നിങ്ങൾക്ക് നല്ല ക്വയറ്റായിട്ട് ഈ ബുർജ് ഖലീഫ വ്യൂ ആണെങ്കിലും വാട്ടർ ഫൗണ്ടെയിൻ ഷോയൊക്കെയാണ് ആസ്വദിക്കാൻ വേണ്ടി വരുന്നതാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയായിരിക്കും ഈ ഒരു ഏരിയ. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ആ ലൈറ്റനിങ് ആണെങ്കിലും ആ ഷോ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ. ഈ ഒരു പ്ലേസിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബുർജ് ഖലീഫ വ്യൂ ആണെങ്കിലും വാട്ടർ ഫൗണ്ടെയിൻ ഷോ ആണെങ്കിലും അധികം റഷ് ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞങ്ങൾ അത്യാവശ്യം കുറേ നേരം അവിടെ ഇരുന്നിട്ട് വാട്ടർ ഫൗണ്ടെയിൻ ഷോ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായ് മോളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ട് ഈ ഏരിയ ഒക്കെ കാണാൻ വേണ്ടി അതൊരു പ്രത്യേകത ഒരു രസം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ദുബായ് മോളിലേക്കായിരുന്നു പോയിട്ടുണ്ടായത്. കാരണം ദുബായ് മോളും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. സോ വേറൊരു ദിവസം വരണം. ദുബായ് മോളിലേക്ക് പോകുന്ന നമ്മൾ ആ ഒരു റൂട്ട് കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റനിങ് ആണെങ്കിലും ആ ബിൽഡിങ്സും അതിൻ്റെ ലൈറ്റനിങ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നല്ല നല്ല നൈറ്റ് വൈബിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായ് മോളിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. നല്ല രസമുണ്ട് ഗൈസ്. ഇത് കൂടെ നടക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു വൈബാണ്. കാരണം അധികം ക്രൗഡഡ് അല്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും സാധിക്കും. അതേപോലെ വേറെ ചാർജസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നൈറ്റ് വൈബൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല രീതിയിൽ ബുർജ് ഖലീഫ വ്യൂ ഒക്കെ കണ്ടിട്ട് ഈ ഒരു പാത്ത് വേയിൽ കൂടെ നടക്കുന്നത് അത് വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് വാട്ടർ ഫൗണ്ടെയിൻ ഷോയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വാട്ടർ ഫൗണ്ടെയിൻ ഷോ നമുക്ക് അടുത്തുനിന്ന് കാണാൻ വേണ്ടി ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവണമെങ്കിൽ എക്സ്ട്രാ ഫീസ് പേ ചെയ്യേണ്ടി വരും. അതേപോലെ ഒരു ബോട്ട് റൈഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിലൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് വാട്ടർ ഫൗണ്ടെയിൻ ഷോ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബുർജ് ഖലീഫ ഏറ്റവും അടുത്തുനിന്ന് കാണണമെങ്കിൽ ഈ ഒരു ദുബായ് മോളിൻ്റെ ഏരിയയിലേക്ക് വരണം. എന്നാലാണ് ബുർജ് ഖലീഫേൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് ദുബായ് മോളിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ദുബായ് വാട്ടർ ഫൗണ്ടെയിൻ ഷോ അടുത്തുനിന്ന് കാണണമെങ്കിൽ ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് വേണം എൻ്റർ ആവാൻ വേണ്ടി. ദുബായ് മോളിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ബുർജ് ഖലീഫേൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് എത്തിയാൽ നമുക്ക് അടുത്തുനിന്ന് തന്നെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ദുബായ് മോളിൽ റീച്ചായി. ദുബായ് മോളിൽ ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്യാനൊന്നും നിന്നില്ല. വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. സോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. So thank you so much for watching this video guys. Okay, bye bye.